നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സഹായിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് വൈറ്റ് ഹൌസും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ 7 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെത്തിയ 7 മണിക്കൂർ നിശ്ചലമായിരുന്നു യുക്രൈൻ. എല്ലാ ശ്രദ്ധയും പ്രധാനമന്ത്രിയിലേക്കായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തെയും അമേരിക്ക സ്വാഗതം ചെയ്യുകയാണെന്നും ഇന്ത്യ യുഎസിന്റെ ശക്തരായ പങ്കാളിയാണെന്നും നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ കിർബിയാണ് പറഞ്ഞിരിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഞങ്ങൾ വലിയ പരിഗണന കൊടുക്കുന്ന വിഷയമാണ്. അങ്ങനെയുള്ളപ്പോൾ ഏതൊരു രാജ്യവും ആ ശ്രമവുമായി മുന്നോട്ട് വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകളും സംഭാഷണങ്ങളും നടത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തന്നെയാണ് സാധിക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിച്ചിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്കയുടെ ശക്തരായ പങ്കാളികളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം കീവിലേക്ക് പോവുകയും പ്രസിഡന്റ് സെലൻസ്കിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഞങ്ങളും വീക്ഷിക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചകൾ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നും ജോൺ കിർബി പറയുകയാണ്. 1992 ഇന്ത്യയും യുക്രൈനും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷം ചർച്ചകളിലൂടെ തന്നെ പരിഹരിക്കണമെന്ന നിലപാട് സെലൻസ്കിയുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ആവർത്തിച്ചിരുന്നു. ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷരായിരിക്കില്ല എങ്കിലും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിയോട് പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഏത് പങ്ക് വഹിക്കുന്നതിനും ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം സെലൻസ്കിയോട് പറഞ്ഞിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ 7 മണിക്കൂർ ഈ യുദ്ധത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള 7 മണിക്കൂറായിരുന്നു. ലോകരാജ്യങ്ങളൊക്കെ തന്നെ യുക്രൈനും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആ ശക്തനായ നേതാവ് ചെലുത്തുന്ന ആ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുകയായിരുന്നു, അറിയുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ യുക്രൈൻ നിശ്ചലമായിരുന്നു എന്ന് വേണം പറയാൻ. 2 രാജ്യങ്ങളുമായി ഇത്രയും അടുത്ത ബന്ധം പുലർത്തുന്ന പുടിനുമായും അദ്ദേഹത്തിന് എത്രത്തോളം ആത്മബന്ധമുണ്ടെന്ന് നന്നായി അറിയാം, ലോകത്തിന് തന്നെ നന്നായി അറിയാം. അതുപോലെ തന്നെ സെലൻസ്കിയുമായി അദ്ദേഹം വളരെ നല്ലൊരു ബന്ധം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചപ്പോൾ തന്നെ ഒരു വലിയ കുതിപ്പ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ തന്നെ കണ്ടിരുന്നു. ഇന്ത്യയിലുള്ള ജനങ്ങൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങളും അവരുടെ ആ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള പ്രതീക്ഷ ഇതുവഴി പങ്കുവെക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്.